നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ള കാര്യങ്ങളെയാണ് നമുക്ക് ശരിയാക്കേണ്ടത്. ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ബിസിനസ്, പ്രകൃതി എന്നിവയിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലെത്താറുണ്ട്. ഇവയെല്ലാം നമ്മളിലേക്ക് തിരികെ എത്തുന്ന ബോൾസാണ്. ഇനി സ്വന്തം മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കൂ. ഈ ബോൾ ഞാൻ എറിഞ്ഞതാണ്. ഇപ്പോൾ ഇത് തിരിച്ചു വരികയാണ്. ഒരു തവണ നമുക്കിത് ഒന്നിച്ചു പറയാം. ഈ ബോൾ ഞാൻ എറിഞ്ഞതാണ്. ഇപ്പോൾ ഇത് തിരിച്ചു വരുന്നു. പറയണം. ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബോൾ തിരിച്ചു വരണോ അതോ വേണ്ടയോ? പറയൂ. വേണം. തിരിച്ചു വരണം. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ ബോൾ തിരിച്ചു വരികയാണ്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ എല്ലാം മുൻപേ നിശ്ചയിച്ചതാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. എവ്രിതിങ് ഈസ് പ്രീഡെസ്റ്റിൻഡ്. നമ്മളിലേക്ക് തിരിച്ചു വരുന്ന ബോളും പ്രീഡെസ്റ്റിൻഡ് ആണ്. അതാണ് ഇതിൻ്റെ അർത്ഥം. പ്രീഡെസ്റ്റിൻഡ് മീൻസ് പ്രീവിയസ്ലി റിട്ടൺ ഡെസ്റ്റിനി. നേരത്തെ എഴുതപ്പെട്ട ഭാഗ്യം. ഭാഗ്യം നേരത്തെ തന്നെ എഴുതപ്പെട്ടു കഴിഞ്ഞു. തിരികെ വന്ന ബോളും പൂർവ്വനിശ്ചിതമാണ്. എൻ്റെ ഭാഗ്യത്തിൽ അത് ആരാണ് എഴുതിയത്? ഈ ബോൾ തിരികെ വരും എന്ന ഭാഗ്യം എഴുതിയത് ആരാണ്? ഞാനാണ് എഴുതിയത്, അല്ലേ? ഇത് മറ്റാരും എഴുതിയതല്ല. ഞാനാണ് ഇത് എഴുതിയത്. സിമ്പിൾ. ഒരിക്കൽ ഒരു ബ്രദർ പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റതും ബെഡിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ടേബിളിൽ എൻ്റെ കാൽ ശക്തമായി തട്ടി. ഞാൻ ഉറക്കെ എല്ലാവരെയും വഴക്കു പറയാൻ തുടങ്ങി. ആരാണിതിവിടെ കൊണ്ടുവച്ചത്? കണ്ണ് കാണുന്നില്ലേ? ഞാൻ രാവിലെ എഴുന്നേറ്റതും എൻ്റെ കാൽ തട്ടി. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞാൻ ഒച്ചയെടുക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് വന്ന് പതിയെ പറഞ്ഞു, രാത്രി താങ്കൾ ഇവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത്. താങ്കൾ തന്നെയാണ് ഈ ടേബിൾ ഇവിടെ വെച്ചത്. ജീവിതത്തിലേക്ക് വരുന്ന തടസ്സങ്ങളെ ആരാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് വെച്ചത് എന്നറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴേ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുകയുള്ളൂ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നിർത്തിയാൽ മാത്രമേ നമ്മൾ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയുമുള്ളൂ. ഞാൻ മുമ്പ് എറിഞ്ഞതുകൊണ്ടാണ് ഈ ബോൾ തിരികെ വരുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നത് ആരുടെ കൺട്രോളിലാണുള്ളത്? ഉദാഹരണത്തിന്, എൻ്റെ ശരീരത്തിന് നല്ല സുഖമില്ല. എന്തുകൊണ്ട്? ഞാൻ നേരത്തെ തന്നെ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാണ് അസുഖം വന്നത്. ഇനി എന്ത് ചെയ്യണമെന്നത് എൻ്റെ ചോയ്സാണ്, അല്ലേ? ഡോക്ടർ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കതിന് സമയമില്ല. ഇത് കഴിക്കരുത്, അത് കഴിക്കരുത്, ഇതൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം? ലഞ്ചിന് ശേഷം മധുരം കഴിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇതൊക്കെയാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ പ്രസൻറ്റ് കർമ്മയാണ്. മുൻപ് ശ്രദ്ധിക്കാതിരുന്നത് ബോൾ എറിയുന്നത് പോലെയാണ്. ആ ബോൾ അസുഖത്തിൻ്റെ രൂപത്തിൽ തിരിച്ചു വരുന്നു. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ കർമ്മം, പ്രസൻറ്റ് കർമ്മ, നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് എല്ലാ പവറും ഉള്ളത്. പഴയ കർമ്മ കണക്കുകൾ അഥവാ നമ്മുടെ അടുത്തേക്ക് തിരികെ വരുന്ന ബോൾ എത്ര തന്നെ വലുതായാലും നമ്മൾ നൽകാൻ ആഗ്രഹിക്കുന്ന അത്ര പവർ മാത്രമേ അതിന് ഉണ്ടായിരിക്കുകയുള്ളൂ. ആ ബോൾ, ആ കാർമിക് അക്കൗണ്ട് ഇല്ലാതാക്കാനായി ഇപ്പോൾ നമ്മൾ എങ്ങനെയുള്ള ബോളാണ് തിരികെ എറിയുന്നത് എന്നതിലാണ് എല്ലാ പവറും ഉള്ളത്. മുൻപ് നടന്ന കാര്യങ്ങളിൽ നിന്നും വരുന്ന ഭാഗ്യത്തെ കണ്ട് ഒരിക്കലും പരിഭ്രാന്തരാകരുത്. കാരണം ഇനി നമ്മൾ ഏത് പുതിയ ബോളാണ് തിരികെ എറിയുന്നത് എന്നതിലാണ് മുഴുവൻ പവറും ഉള്ളത്. എന്തെന്നാൽ പ്രസൻറ്റ് കർമ്മ പാസ്റ്റ് കർമ്മത്തേക്കാൾ പവർഫുള്ളാണ്. ഇന്നു മുതൽ നമുക്ക് ശ്രദ്ധ നൽകാൻ തുടങ്ങാം. എല്ലാ കാര്യങ്ങളും ശരിയായത് മാത്രം ചെയ്യാം. ശരീരത്തിന് ശ്രദ്ധ നൽകിയാൽ ഹെൽത്തിനെ ചേഞ്ച് ചെയ്യാൻ കഴിയും. ശരീരത്തിന് എന്ത് തന്നെ വന്നാലും നമുക്കത് ചേഞ്ച് ചെയ്യാനാവും. പാസ്റ്റ് കർമ്മയുണ്ട്,
എന്നാൽ ഇപ്പോഴത്തെ കർമ്മങ്ങൾ അതിലുമധികം പവർഫുള്ളാണ്. ഇതൊക്കെ സയൻറ്റിസ്റ്റ് ഡെയിലി നമ്മളോട് പറയുന്നുണ്ട്. നിങ്ങൾ ഇത് ചെയ്തതുകൊണ്ടാണ് ചുറ്റുമുള്ള വായു മലിനമായത്. നിങ്ങൾ ഇത് ചെയ്തു, അതുകൊണ്ട് വെള്ളം ഇല്ലാതാവാൻ തുടങ്ങി. ദിവസവും പറയുന്നുണ്ട്. ബോൾസ് തിരികെ വരികയാണ്. ഈ ബോൾ ആരാണ് എറിഞ്ഞത്? നമ്മളാണ് എറിഞ്ഞത്. സയൻറ്റിസ്റ്റ് ഡെയിലി പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്തതൊക്കെ തന്നെയാണ് നിങ്ങളിലേക്ക് തിരികെ വരുന്നത്. ഇനിയും നമ്മൾ അത് തന്നെ തുടർന്നാൽ, അങ്ങനെ തന്നെ ജീവിച്ചാൽ എന്താകും? മുൻപ് തെറ്റായ ബോളാണ് എറിഞ്ഞത്. തെറ്റായ ബോൾ തന്നെ തിരികെ വരികയും ചെയ്തു. ഇനിയും തെറ്റായ ബോൾസ് തന്നെ എറിഞ്ഞുകൊണ്ടേയിരുന്നാൽ നാളെ അങ്ങനെയുള്ള ബോൾസ് തന്നെയാണ് തിരികെ വരിക. ഈ ഭാഗ്യം നമ്മൾ ഇപ്പോൾ തന്നെ എഴുതുകയാണ്. അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഐ ആം റൈറ്റിംഗ് മൈ ഡെസ്റ്റിനി. ഇനി ഈ സഹോദരി എഴുന്നേറ്റ് നിന്ന് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നു എന്ന് കരുതുക. മോശമായ പെരുമാറ്റം, മോശമായ ഭാഷ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നോട് ഒച്ചയെടുക്കുന്നു. പറയൂ, എൻ്റെ അടുത്തേക്ക് എവിടെ നിന്നാണ് ബോൾ വരുന്നത്? എവിടെ നിന്നാണ് എൻ്റെ അടുത്തേക്ക് ബോൾ വരുന്നത്? അവിടെ നിന്നാണ് ബോൾ എൻ്റെ അടുത്തേക്ക് വന്നത്. ഡയറക്ഷൻ എപ്പോഴും ക്ലിയർ ആക്കി വെക്കണം. അവിടെ നിന്നുമാണ് വരുന്നത്. ആളുകൾ നമ്മളോട് പെരുമാറുന്ന രീതിയിലൂടെ ആ ബോൾ ഇപ്പോൾ തിരികെ വരുന്നു. ഇവർ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? ഇവർ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? ഇതിനൊക്കെ വല്ല മറുപടിയുമുണ്ടോ? പറയൂ, ഇതിൻ്റെ ആൻസർ പറയൂ. മറുപടികൾ നമുക്ക് ആവശ്യമുണ്ട്. പറയൂ, എന്തുകൊണ്ടാണ് ഈ ബോൾ എൻ്റെ അടുത്തേക്ക് തിരികെ വരുന്നത്? കാരണം ഞാൻ ഒരിക്കൽ അത് അവർക്ക് നേരെ എറിഞ്ഞിട്ടുണ്ട്. ഇതിൽ അവർ തെറ്റുകാരല്ല. ഇത് നിങ്ങൾക്ക് നേരെ ബോൾ എറിയുന്നവരോടൊക്കെ പറയണം, സ്വയം പറയണം. അവരുടെ തെറ്റല്ല എന്ന് എന്നോട് ഉറക്കെ പറഞ്ഞതുപോലെ അവനവനോടും പറയണം. ഇത് അവരുടെ തെറ്റല്ല. ഈ കർമ്മ കണക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. മുൻപ് എന്തെല്ലാം ചെയ്തിട്ട് വന്നാലും ആ ബോൾ ഇപ്പോൾ തിരികെ വരികയാണ്. ഇപ്പോഴത്തെ കർമ്മമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് ഈ ബോളിനുമേൽ കൺട്രോൾ ഉണ്ടോ ഇല്ലയോ? Can I control the ball which is coming to me? No. എൻ്റെ നേരെ വരുന്ന ഈ ബോളിനെ ഏതെങ്കിലും വിധത്തിൽ നിയന്ത്രിക്കാൻ എനിക്കാവുമോ? ഇല്ല. ക്ലിയർ? അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നത് ഇന്നു മുതൽ നിർത്തുക. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്യണമായിരുന്നു, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. ഇതൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നു. അവിടെ നിന്ന് വരുന്ന ബോൾസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത് ശരിയല്ല. അത് നമ്മുടെ കൺട്രോളിലുള്ളതല്ല. അവരെ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ നമ്മൾ ഇവിടെ നിന്നും അയക്കുന്ന ബോൾസ് റോങ് ബോൾസായി മാറാറുണ്ട്. എനർജി ഫ്ലോ ക്ലിയർ ആവണം. അവിടെ നിന്നും വരുന്ന എനർജി എൻ്റെ കൺട്രോളിൽ ഉള്ളതല്ല. ഈ സഹോദരിക്ക് എന്നോട് മോശമായി സംസാരിക്കാനാവും. ഈ സഹോദരിക്ക് എന്നെ ചീറ്റ് ചെയ്യാനാവും, ചതിക്കാനാവും. ഇവർക്കെന്നെ സാമ്പത്തികമായി പറ്റിക്കാനുമാവും. ഇവർക്കെന്നെ ശാരീരികമായി ഉപദ്രവിക്കാനും കഴിയും. എല്ലാം അവിടെ നിന്നും വരുന്നവയാണ്. അവർ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ എന്ത് പറയുന്നു, ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു, ഇതിൽ മാത്രമാണ് എനിക്ക് ഫുൾ കൺട്രോൾ ഉള്ളത്. അല്ലാതെ അവർ ചെയ്യുന്ന കാര്യങ്ങളിലല്ല.